السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين هداهم الله فبهداه مقتده. صدق الله مولانا العظيم. നമ്മുടെ ഈ അതിമഹത്തായ പരിപാടിയുടെ സ്റ്റേജിൽ ഒരുപാട് ഉലമാക്കളുണ്ട്. ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ്, അതുപോലെ AK കട്ടിപ്പാറ ഉസ്താദ്, ഈ സ്ഥാപനത്തിലെ പ്രഗത്ഭരായ മുദർരിസുമാർ, ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ ഈ പരിപാടി വിജയിപ്പിക്കാനും ഇതിൻ്റെ മഹത്വം കരസ്ഥമാക്കാനും വേണ്ടി വന്നു ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീനിൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെയും മറ്റ് മഹാന്മാരുടെയുമൊക്കെ ആ വഴിയിൽ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മുടെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, മഹാന്മാരായ നേതാക്കൾ എല്ലാവരുടെയും കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനുള്ള മഹാഭാഗ്യം തന്ന് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഒരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. നമുക്ക് മുഖ്യ പ്രസംഗം നടത്താൻ വേണ്ടി പേരോട് ഉസ്താദും ആ മുഖ്യ പ്രസംഗത്തിൻ്റെ മുമ്പ് പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി മറ്റ് ഉസ്താദുമാരും എല്ലാവരും ഉള്ള ഒരു മജ്ലിസാണ്. പരമാവധി എല്ലാവരെയും കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് കൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഈ സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഓറിയന്റലിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുമൊക്കെ ഇസ്ലാം ലോകത്ത് പടർന്ന് പന്തലിച്ചതിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചതാണ്. മുസ്ലിങ്ങൾ യുദ്ധക്കൊതിയന്മാരാണ്. മുസ്ലിമാകാത്തവരെ കൊന്നുകളയണം എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. ആശയത്തിൽ വ്യത്യാസമുള്ള ആളുകളോട് അസഹിഷ്ണുത വളരെ ശക്തമായി നിലനിർത്തുന്നവരാണ്. ഇങ്ങനെയൊക്കെ ഈ ഉമ്മത്തിനെ സംബന്ധിച്ച്, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒക്കെ നിക്ഷിപ്ത താൽപര്യക്കാരും ഇസ്ലാമിനോട് കടുത്ത ശത്രുത ഉള്ളവരുമായ എതിരാളികൾ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഇന്ത്യ രാജ്യത്ത് ഇന്ന് 20 കോടിയിലധികം മുസ്ലിമീങ്ങളുണ്ട് എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാളെടുത്തു കൊടുത്തുകൊണ്ട്
ഈ വാൾത്തലപ്പ് ഉപയോഗിച്ച് ആളുകളെ ഇസ്ലാമിലേക്ക് ബലാത്കാരം ചെയ്തുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് ദീനിന്റെ ആളുകളാക്കി മാറ്റണം എന്നായിരുന്നു ഇവരുടെ പ്രവാചകരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഇവര് യുദ്ധക്കൊതിയന്മാരായി മാറിയത് എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി ഇസ്ലാം മതം എങ്ങനെ പ്രചരിപ്പിക്കണമെന്നും മുസ്ലിങ്ങൾ എങ്ങനെ പെരുമാറണമെന്നും നമ്മുടെ എതിരാളികളോടും ആശയത്തിൽ വിയോജിപ്പുള്ളവരോടും എന്ന് മാത്രമല്ല നമ്മുടെ കൊടിയ ശത്രുക്കളോടുപോലും നമ്മൾ പെരുമാറാൻ പ്രത്യേകമായി തന്നെ ചില പെരുമാറ്റ ചട്ടങ്ങളും നിർദ്ദേശിച്ച ഏക മതം പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് എന്ന കാര്യം നമുക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം മത പ്രബോധനവുമായി നമുക്കറിയാം, ദഅവയുടെ അടിസ്ഥാനം തന്നെ ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. നമ്മൾ ഈ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് വളരെയധികം യുക്തിയും അതുപോലെ തന്നെ ബുദ്ധിപരമായ ഇടപെടലുകളും ബൗദ്ധികമായ രീതിയിലുള്ള സമീപനങ്ങളും കൊണ്ടായിരിക്കണം. ജനങ്ങളെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് അവരോട് നന്മ ഉപദേശിച്ചുകൊണ്ടായിരിക്കണം. ആശയത്തിൽ വിയോജിപ്പുള്ളവരോട് സ്നേഹ സംവാദത്തിലൂടെയായിരിക്കണം നമ്മുടെ സുന്ദരമായ ആശയങ്ങളെ, നമ്മൾ പ്രഘോഷണം നടത്തുന്ന നന്മകളെ, നമ്മൾ ഏതൊരാശയത്തിലേക്കാണോ വിളിക്കുന്നത് ആ ആശയത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ശക്തി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പിന്റെ കടകൾ തുറന്നു വെച്ചുകൊണ്ടോ ആകരുത്, മറിച്ച് സ്നേഹത്തിന്റെ കടകളിലൂടെ ആയിരിക്കണം നമ്മൾ ഈ സന്ദേശം വിതരണം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തും. അപ്പൊ പ്രിയപ്പെട്ടവര്, ആശയത്തിൽ വിയോജിപ്പുള്ളവരോട് പോലും സ്നേഹസംവാദമായിരിക്കണം നടത്തേണ്ടത് എന്ന് മാത്രമല്ല, നമ്മുടെ എതിരാളികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാകുമ്പോൾ പോലും വളരെ സംയമനത്തോടു കൂടിയായിരിക്കണം വിശ്വാസികളുടെ തിരിച്ചുള്ള പെരുമാറ്റം എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ ദീൻ. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും ഈക്വൽ ആവുകയേയില്ല. അതുകൊണ്ട് തന്നെ ഇത് ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങളുടെ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാലും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത് തിന്മ നിറഞ്ഞ സമീപനമാണ് എങ്കിലും നിങ്ങൾ തിരിച്ച് അവരോട് മറുപടി പറയേണ്ടത് ബില്ലത്തി ഹിയ അഹ്സൻ, നന്മ എന്നല്ല ഏറ്റവും നല്ല രീതിയിലായിരിക്കണം. അങ്ങനെ നന്മ കൊണ്ട് മാത്രമേ തിന്മയെ നേരിടാവൂ എന്ന് പറഞ്ഞു നിർത്താതെ തിന്മയെ നേരിടേണ്ടത് ഏറ്റവും വലിയ നന്മ കൊണ്ട് തന്നെയാകണം എന്ന് കൂടി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി
എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പിന്നീട് തുടർന്ന് വന്ന സ്വഹാബാക്കളും താബിഈങ്ങളും അതിന് ശേഷം വന്നവരും എല്ലാം ആ നന്മയെ ഏറ്റവും ആ തിന്മയെ ഏറ്റവും മുന്തിയ നന്മ കൊണ്ട് നേരിടുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളായതിനാൽ ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടമായി ഒഴുകുകയായിരുന്നു. ചെറിയൊരു ഉദാഹരണം നോക്കൂ പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 80 ദീനാർ സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന യഹൂദി പുരോഹിതനിൽ നിന്ന് കടം വാങ്ങിച്ചിരുന്നു. മുഅജ്ജലായ കടമാണ്. നിശ്ചിത ഡേറ്റിന് മാത്രം റീപേയ്മെന്റ് നടത്തിയാൽ മതിയായിരുന്നു. ആ പറഞ്ഞ അവധിക്ക് 2 നാൾ മുമ്പേ ആ ജൂതനായ കടം കൊടുത്ത ക്രെഡിറ്റർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുയായികളോടുകൂടെ ഗൗരവമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ അങ്ങോട്ട് ഇരച്ചു കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കോളർ പിടിച്ച് വലിച്ചുകൊണ്ട് ഇന്നക്കും യാ ആല ഹാഷിമിൻ ലമുതുലുൻ, നിങ്ങളെ ഈ വർഗം തന്നെ, ഹാഷിം കുടുംബം തന്നെ ആളുകൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ അവരെ ശല്യം ചെയ്യുന്നവരോ അവരുടെ അവകാശം പിന്തിച്ചു നൽകുന്നവരോ ആണ്. പറഞ്ഞ ഡേറ്റിനും നിങ്ങൾ കടം വീട്ടാത്തവരാണ്. അത് നിങ്ങളുടെ മാത്രം സ്വഭാവമല്ല, നിങ്ങളുടെ കുടുംബം തന്നെ അങ്ങനെയാണ് എന്ന് ശക്തമായ ഭാഷയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കുകയും അവിടുത്തെ കോളർ പിടിച്ച് വലിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കുമായിരുന്നില്ല. തങ്ങളുടെ എല്ലാവരുടെയും നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഉന്നതമായ ഗുണങ്ങൾ നേരിട്ട് അനുഭവിച്ചവരാണ് അവരെല്ലാവരും. അവരിൽപ്പെട്ട ഒരാൾക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് അരുതാത്തത് എന്നോ അനഭികാമ്യമായത് എന്നോ അനൗചിത്യമുള്ളത് എന്നോ പറയാൻ പറ്റിയ, അഥവാ നമ്മുടെ ഇസ്തിലാഹിൽ കറാഹത്ത് പോകട്ടെ ഖിലാഫുൽ ഔല എന്ന് പറയാൻ പറ്റിയ ഒരു കാര്യം പോലും വർഷങ്ങൾ നീണ്ട തങ്ങളുടെ ഇടപഴകിയുള്ള ജീവിതത്തിൽ അനുഭവപ്പെടാത്തവർ അവരുടെ മുന്നിൽ വെച്ച് ഒരു ജൂതൻ കോളർ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം തന്നെ ഇങ്ങനത്തെ ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ പറ്റിയില്ല. നബിയെ, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഇവനെ ഞാൻ ഇവിടെ വെച്ചൊരു പാഠം പഠിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, യാ ഉമർ, നിന്നിൽ നിന്ന് എനിക്കൊരു ഉപദേശം ആവശ്യമുണ്ട്. ഇദ്ദേഹത്തിന് മറ്റൊരു ഉപദേശവുമായിരുന്നു ആവശ്യം. ഇദ്ദേഹത്തിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ ശൈലിയായിരുന്നില്ല ഇവിടെ വേണ്ടിയിരുന്നത്. മറിച്ച് നിങ്ങൾക്ക് എനിക്കായി ഒരു ഉപദേശം നൽകാമായിരുന്നു. ഈ ജൂത നേതാവിന് മറ്റൊരു ഉപദേശവും നൽകാമായിരുന്നു. അങ്ങ് എന്നോട് ഉപദേശിക്കാമായിരുന്നു. തങ്ങളെ ആരോടെങ്കിലും കടം വാങ്ങിയാൽ സമയമായിട്ടില്ലെങ്കിൽ പോലും നേരത്തെ തന്നെ അതിന്റെ റീപേയ്മെന്റ് അത് വീട്ടാൻ തങ്ങൾ ശ്രമിക്കണം
ഈ കടം വീട്ടാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്, എന്നാൽ പോലും കടം വീട്ടാനുള്ളവർ നേരത്തെ തന്നെ അത് വീട്ടുകയാണ് വേണ്ടത് എന്ന് എന്നെ ഉപദേശിക്കാമായിരുന്നു. അതേപോലെ ഈ ജൂതനെ അങ്ങേക്ക് ഉപദേശിക്കാമായിരുന്നു. അഥവാ ആർക്കെങ്കിലും ഒക്കെ കടം കൊടുത്താൽ ആ കടത്തിന് അത് വീട്ടാൻ ഡേറ്റ് പറഞ്ഞതാണെങ്കിൽ ആ ഡേറ്റ് ആകുന്നത് വരെ തന്നെയെങ്കിലും കാത്തിരിക്കണ്ടേ. ആ ഡേറ്റ് ആകുന്നതിന്റെ മുമ്പായി വന്നുകൊണ്ട് ജനസമക്ഷത്തിൽ വലിയ അന്തസ്സുള്ള നേതാക്കന്മാരുടെ അന്തസ് ഇടിച്ചു താഴ്ത്തുന്ന രീതിയിൽ പെരുമാറുന്നത് നിങ്ങൾക്കെന്നല്ല ആർക്കും ഭൂഷണമല്ല എന്നൊരു ചെറിയ ഉപദേശം അദ്ദേഹത്തിനും നൽകാമായിരുന്നു. പക്ഷേ നിങ്ങൾ അതല്ല പറഞ്ഞത്. എന്നോട് പരുഷമായി പെരുമാറിയ ഈ യഹൂദിയെ ഞാനൊരു പാഠം പഠിപ്പിക്കാം, അങ്ങ് സമ്മതം തന്നാൽ എന്നാണ്. ഇതല്ലായിരുന്നു വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ കൊണ്ടുപോകൂ, എന്നിട്ട് ഇദ്ദേഹത്തിന് ഞാൻ കൊടുക്കാനുള്ള 80ലേക്ക് നിങ്ങൾ അദ്ദേഹത്തെ എന്റെ മുന്നിൽ വെച്ച് ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അല്പം ഭയപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് 80 പകരം 100 കൊടുത്തിട്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കണം. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ആ ജൂത നേതാവിനെ കൂട്ടിക്കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആ 80 +20 അത് എടുത്തു കൊടുത്തപ്പോൾ ആ ജൂത നേതാവ് അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാന് ഇത് പിടിച്ചു വാങ്ങാൻ വേണ്ടി വന്നതല്ല, മറിച്ച് ഞാൻ വേദഗ്രന്ഥത്തിൽ അന്ത്യകാലത്ത് വരാൻ പോകുന്ന പ്രവാചകരുടെ സ്വഭാവമായി ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഈ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട്. യസ്ബിഖു ഹിൽമുഹു ഗളബഹു. ആ അന്ത്യപ്രവാചകന്റെ ഏറ്റവും വലിയ വിശേഷണം കടുത്ത പ്രകോപനമുണ്ടായാൽ പോലും, എത്രമാത്രം വലിയ പ്രകോപനമുണ്ടായാൽ പോലും ആ പ്രവാചകൻ അതിനെ സംയമനത്തോടെ നേരിടാനുള്ള കഴിവുള്ള ആളായിരിക്കും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്റെ വേദഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയ പ്രവാചകൻ തന്നെയാണോ ഇത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്ത ഡേറ്റ് ആകുന്നതിന്റെ 2 ദിവസം മുമ്പ്, അതും ജനസമക്ഷത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, എന്തിനും തയ്യാറാവുന്ന അനുയായികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ ഒന്ന് അവഹേളിക്കുന്നത് പോലെ അഭിനയിക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? അത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് 100 വേണ്ട, എനിക്ക് 80 തന്നെ മതി. ആ 80ഉം ഞാനിപ്പോൾ പ്രവാചകർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. നിങ്ങൾ എന്നെ കൂട്ടി ഒന്നുകൂടി പ്രവാചകരുടെ സന്നിധിയിലേക്ക് പോകണം. അവിടെ വന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ആദ്യം പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ കൂടുതൽ ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രതിയോഗികളോട് വരെയുള്ള ആ പെരുമാറ്റത്തിന്റെ ചട്ടം എന്താകണം എന്നതാണ് നേരത്തെ ഓതി വെച്ച ആയത്തിലൂടെ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഖുർആൻ ഇത്തരം ഒരു സമീപനത്തിന്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൂടി ആ ആയത്തിൽ പറയുന്നത്, ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഈ ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ കൊടിയ ശത്രു പോലും നിങ്ങളുടെ ഉറ്റമിത്രമായി മാറും. പക്ഷേ കടുത്ത പ്രകോപനമുണ്ടാകുമ്പോൾ പോലും സംയമനത്തോടെ നേരിടാനുള്ള കപ്പാസിറ്റി അത് എല്ലാവർക്കും ലഭ്യമാവുകയില്ല. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ
വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ആ പ്രകോപനത്തെ വളരെ കൂളായി വളരെ സംയമനത്തോടു കൂടി പെരുമാറാൻ പറ്റുകയുള്ളൂ. അല്ലാത്തവർക്ക് സാധ്യമേ അല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമയുടെ ത്വവലല്ലാഹു ഉംറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ബഹുമാനപ്പെട്ടവരുടെ ഓഫീസിൽ ദീവാനിൽ ഞാനൊരാവശ്യത്തിന് ഉസ്താദുമായി സംസാരിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തെത്തി. ഉസ്താദ് മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഫോൺ വരുന്നത്. മറുഭാഗത്തുനിന്ന് ചോദിക്കുന്നു, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അല്ലേ? ഞാൻ മറുപടി പറഞ്ഞു, അതെ. എനിക്ക് ആ പറഞ്ഞ ആള് പറയാണ്, എനിക്ക് ഹജ്ജ് വളണ്ടിയർ ആയിട്ട് മക്കത്ത് പോകണമെന്ന് താല്പര്യമുണ്ട്. ഞാന് അതിനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞു, അത് ഇപ്പൊ ആരോടെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞത് കൊണ്ടോ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടോ ഒന്നും കിട്ടൂല. ഇപ്പോ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പണ്ട് KUH ഖാദിമുൽ ഹുജ്ജാജ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചില പുതിയ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യം നടത്തും. അത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ പാസ്സായി ആ റിസൾട്ട് വെച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അവര് നിർദ്ദേശിക്കുന്ന ആളുകളെ ഈ ഹാജിമാരെ സഹായിക്കാൻ പറ്റുമോ, അതിനുള്ള കഴിവുണ്ടോ, അറിവുണ്ടോ, പരിചയമുണ്ടോ, അതിനുള്ള താല്പര്യവും അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പക്വതയും പാകതയും ഒക്കെയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ പറ്റുള്ളൂ. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് കഴിയട്ടെ. ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ആ റിസൾട്ടിൽ നിങ്ങളുടെ പേരും ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി ഹാജരാകേണ്ടി വരും. ആ ഇന്റർവ്യൂവിന് ഹാജരാകുന്നവരെ നമ്മൾ ഇതുവരെ ഹജ്ജിന് പോകാത്ത ഒരാൾ എങ്ങനെങ്കിലും ഒന്ന് ഗവൺമെന്റിന്റെ കെയർ ഓഫിൽ ഹജ്ജിന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ല ഈ വളണ്ടിയർമാരെ എടുക്കുന്നത്. മറിച്ച് ഗവൺമെന്റ് പറഞ്ഞ അത്ര ക്യാഷ് മുടക്കി പോകുന്ന സാധാരണക്കാരായ ഹാജിമാർക്ക് സഹായിക്കാനുള്ള അറിവും അനുഭവവും പരിചയവും കഴിവും ആ ചിന്തയൊക്കെ ഉണ്ടോന്നാണ് പിന്നെ ഇന്റർവ്യൂ ചെയ്യല്. ആ ഇന്റർവ്യൂവിലും നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് പോകാം. അപ്പൊ ഉസ്താദ് ഞാനിങ്ങനെ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം ഉടനെ പിന്നൊരു കാര്യം കൂടി പറഞ്ഞു, അതിന് ഉസ്താദെ എനിക്ക് പാസ്പോർട്ടിന്റെ കാലാവധി തീരാനായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം ഇതിനെ അപേക്ഷിക്കണമെങ്കിൽ തന്നെ. അങ്ങനത്തെ നിങ്ങൾക്ക് ഒരു പാസ്പോർട്ടിന്റെ കാലാവധി തീരാനായാൽ അത് പുതുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി അറിയൂലേ എന്ന് ഞാൻ ചോദിച്ചു. ഉസ്താദ് അവിടെ കേട്ടത്. അത് കേട്ടൊക്കെ കഴിഞ്ഞു. അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പോയപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ അവസാനം പറഞ്ഞ മറുപടി ശരിയായിട്ട് എന്താ പറയല്, അയാൾക്ക് പാസ്പോർട്ട് പുതുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി അറിയില്ല എന്നാ അയാളെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഇതിനൊക്കെ ഇങ്ങനെ മറുപടി പറഞ്ഞു കൊടുക്കാം. അല്ല, അതിന് പകരം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞാൽ മതിയേനു. നിങ്ങൾ വേഗം പാസ്പോർട്ട് ഓഫീസിൽ അത് പുതുക്കാനുള്ള ഒരു അപേക്ഷ കൊടുക്കി. നമ്മളെ ഭാഗത്തുനിന്ന് അതിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ചെയ്തു തരാം. ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യന് എത്രമാത്രം സന്തോഷം ഉണ്ടാകും. ഞാനിപ്പോ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്, നമ്മുടെ ദീനുൽ ഇസ്ലാം എതിരാളികളോട് പോലും പെരുമാറേണ്ട പെരുമാറ്റച്ചട്ടം നിർദ്ദേശിച്ച സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എക്സ്പ്രസ്സായി പറയുകയാണ്, വളരെ കടുത്ത പ്രകോപനം ഉണ്ടായാൽ പോലും അതിനെ നേരിടേണ്ടത് നല്ല മുന്തിയ സംയമനത്തോടു കൂടെ ആകണം. പക്ഷേ എന്ത് എതിർപ്പുണ്ടായാലും, എത്ര വലിയ ആളുകൾ എതിർത്താലും
ആ എതിർക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ ശക്തി ഉണ്ടായാലും പ്രിയപ്പെട്ടവരെ അവരോട് വളരെ സംയമനത്തിൽ പെരുമാറിക്കൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു നമുക്ക് ഈ പതിറ്റാണ്ടുകളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഉസ്താദ് എന്നോട് പോലും ഇത്തരം ഒരു വിഷയത്തിൽ നിങ്ങൾ ആ പറഞ്ഞ മറുപടിക്ക് പകരം ഇങ്ങനെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നാകുമായിരുന്നു എന്നാണ് ഉപദേശിച്ചത് എന്നാ ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് അതാണ്. ഇനി നമ്മൾ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പരാമർശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളടക്കം പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്തുള്ള ഔലിയാക്കന്മാർ, മഹാന്മാർ, അവരുടെയൊക്കെ ആ നിഷ്കളങ്കമായ സ്വഭാവം, അവരുടെ ആ വിട്ടുവീഴ്ച മനസ്ഥിതി, അതുപോലെ വിശാല മനസ്കത, എതിരാളികളോട് പോലും അവര് കാണിച്ച ആ സ്നേഹം, ഇതൊക്കെയായിരുന്നു അവരെയൊക്കെ കണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായത്. ഖാജാ തങ്ങളുടെ സമീപത്തായി ഇന്നും നമ്മൾ ചെന്നാൽ നാനാജാതി മതസ്ഥരായ ആളുകൾ ഖാജയുടെ ആ സമീപത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നവരായി നമുക്ക് കാണാം. അവരാണ് മേരാ ഖാജാ മഹാരാജാ ഹേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ അങ്ങേ അറ്റം അവര് ബഹുമാനിക്കുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വാഴ്ത്തിപ്പാടുന്നതും മറ്റുമൊക്കെ നമുക്ക് തന്നെ അനുഭവമുള്ളൊരു കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം കോടാനുകോടി മുസ്ലിമീങ്ങൾ ഉണ്ടായത് ആരെങ്കിലും ഇവിടെ വന്ന് യുദ്ധം ചെയ്തിട്ടല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ട ഏതെങ്കിലും ഒരു യുദ്ധം സ്വഹാബാക്കളിലെ ആരെങ്കിലും ഒന്ന് വന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെയ്തതായി പോലും കാണുന്നില്ല. ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ ബ്രൂണയിലോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊന്നും ഇന്ന് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള രാജ്യങ്ങളാണ് ഈ ഇന്ത്യ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടെയൊക്കെ ആരെങ്കിലും യുദ്ധത്തിന് പോയതായിട്ട് ഒരു ഓറിയന്റലിസ്റ്റ് ചരിത്രകാരൻ പോലും എഴുതിയത് കാണുന്നില്ല. മറിച്ച് ആഫ്രിക്കയുടെ ഉൾഗ്രാമങ്ങളിൽ വരെ ഇസ്ലാം മതം പ്രചരിച്ചതിന്റെ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ മഹാന്മാർ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരുകയും അവര് അവിടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുകയും അവരുടെ പ്രത്യേക രീതിയിലുള്ള ജീവിതം കാണാൻ ഇടയായ തദ്ദേശീയരായ ആളുകൾ അവര് ഒരു പക്ഷേ അവരുടെ വീട്ടിലുള്ളവരുടെ അസുഖം മാറാനോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയോ എന്നല്ല, രാജകുടുംബക്കാര് വരെ മക്കളില്ലാത്തവർ മക്കളുണ്ടാകാൻ വേണ്ടി, നിത്യരോഗികളുടെ രോഗം മാറാൻ വേണ്ടി, അതുപോലെ ശത്രുക്കളുടെ എല്ലാ തരം ദ്രോഹങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ആ മഹാന്മാരെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അവർക്ക് അടക്കമുള്ള മഹാന്മാർ ഒന്നുകിൽ അവർ ദുആ ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ രോഗിയായ ആൾക്കൊന്ന് തലോടിക്കൊടുത്തു, അല്ലെങ്കിൽ ഒരല്പം വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു കഷ്ണം നൂല് ആ നൂലിൽ മന്ത്രിച്ചു കൊടുത്തു, ഇത് ആ രോഗിക്ക് കെട്ടണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് അത്ഭുതകരമായ മാറ്റം അനുഭവപ്പെട്ട ആളുകൾ അവര് തീരുമാനിച്ചു ഞങ്ങൾക്ക് ഈ മഹാന്റെ വഴിയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ പ്രബോധനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹം എന്ന സന്ദേശമായിരുന്നു. അത് എല്ലാവരെയും സ്നേഹിക്കണം എന്ന വലിയ സന്ദേശം ബഹുമാനപ്പെട്ടവർ നൽകി.
രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ നൽകിയ വലിയൊരു സന്ദേശമായിരുന്നു അള്ളാഹു നിർദ്ദേശിച്ച അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രമായിരിക്കണം ജീവിക്കേണ്ടത് എന്ന്. തന്റെ സംഭവ ബഹുലമായ പതിറ്റാണ്ടുകൾ നീണ്ട ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ അവർകൾ തഖ്വയിലധിഷ്ഠിതമായി മറ്റുള്ളവരോട് ജീവിക്കാൻ ആഹ്വാനം ചെയ്തത് തന്റെ ശൈഖായ ഹാറൂനി അടക്കമുള്ള ഗുരുനാഥന്മാർ ഈ വിഷയത്തിൽ തനിക്ക് തന്ന നിർദ്ദേശങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത് ഇതെല്ലാം നമുക്ക് അവരുടെ ചരിത്രത്തിൽ യഥേഷ്ടം വായിക്കാൻ പറ്റുന്നതാണ്. ആകയാൽ ഖാജ തങ്ങളുടെ ഈ ഉർസെ ഗരീബ് നവാസ് ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ഇത്തരം മഹാന്മാരുടെ വഴിയിലൂടെ ജീവിക്കാൻ കൂടുതൽ കൂടുതൽ തൽപരരായി മാറണമെന്നും മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാകണമെന്നും അവരുടെയൊക്കെ ഇഷ്ടക്കാരായി നമ്മൾ മാറാൻ വേണ്ടത് അവർ കാണിച്ചു തന്ന വഴി പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുകയാണ് അതിനുള്ള മാർഗം എന്ന് മനസ്സിലാക്കണമെന്നും അല്ലാതെ അജ്മീർ ഉറൂസ് എന്ന പേരിൽ ഒരു ഉറൂസ് നടത്തി ദീനിലെ നിർബന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ മറ്റുള്ള വിധിവിലക്കുകൾ അനുസരിക്കാതെ വല്ലപ്പോഴും എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടലുകൾ മാത്രം നടത്തി നമ്മള് ഖാജയുടെ അനുയായികളാണെന്നോ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്നവരാണെന്നോ നമ്മൾ സുന്നത്തി ജമാഅത്തിന്റെ ആത്മാർത്ഥ പ്രവർത്തകരാണ് എന്നോ പറഞ്ഞാൽ അതിൽ വലിയ കാപട്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് വലിയ ആപത്ത് വരും. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിക്കുക എന്നത് തീർച്ചയായിട്ടും അവരുടെ മാർഗം പിന്തുടരാൻ കൂടിയുള്ള ഒരു പ്രചോദനമാകണം എന്ന് ഞാൻ എന്നോടും നിങ്ങളോടുമൊക്കെ ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ വർഷങ്ങളായി ഖാജ തങ്ങൾ അവരുടെ ഉറൂസ് വളരെ ഗംഭീരമായി തന്നെ നടന്നു വരികയാണ്. ഇതിനോടനുബന്ധിച്ച് ദിവസങ്ങളോളം നീളുന്ന മതപ്രസംഗ പരമ്പരയുമാണ്. നമ്മുടെ ദീനിന്റെ ഇൽമ്, ആ ഇൽമ് നിലനിന്നെങ്കിലേ ദീനിന് ഹയാത്തുണ്ടാവുകയുള്ളൂ. മുസ്ലിം എന്ന പേരുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. ആകയാൽ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മഹാന്മാരുടെ ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഇത്തരം വേദികൾ നാട്ടുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണെന്നും ഇതിനൊക്കെ നമുക്ക് അവസരം ഒരുക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയും അതുപോലെ അവരെയൊക്കെ സഹായിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആലിമീങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരും ബഹുജനങ്ങളുമായ എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർക്ക് അടക്കമുള്ളവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തന്ന് നമ്മെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ശിഷ്യന്മാർ, ദുആ വസിയത്ത് ചെയ്തവർ, അതുപോലെ ഇത്തരം വിഷയങ്ങളിൽ നമ്മോട് സഹകരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നവർ തുടങ്ങി എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്ത് ആവർത്തിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.